എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ വീടുകളിൽ നിരവധി ഫോട്ടോകൾ നമ്മൾ വെക്കാറുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ നിരവധി ഫോട്ടോകൾ വെക്കുമ്പോൾ ഞാൻ ചില ഫോട്ടോകളുടെ കാര്യങ്ങൾ പറയാം. അത്തരത്തിലുള്ള ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കണം. പ്രത്യേകിച്ച് എല്ലാവരും കാണത്തക്ക വിധത്തിൽ ഭിത്തിയിൽ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ പ്രത്യേകം പറയാം. എന്ത് വേണം? അങ്ങനെയുള്ള ഫോട്ടോ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാം. കാരണം നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഓരോ ഫോട്ടോയും ഓരോ വസ്തുവിനും ഒരുപാട് എനർജി നമുക്ക് തരാനുണ്ടാവും. നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു സാധനമാണ് വീട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ആൾക്കാർക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. എന്തിനേറെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെ ഭിത്തിയിൽ അടിച്ചിരിക്കുന്ന പെയിൻറ്റിന് പോലും നമ്മളെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട്. ചില പെയിൻ്റ് അടിച്ച് കണ്ട ആ കളറ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നല്ലൊരു കുളിർമയുണ്ടാവും. ചില കളറ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു ചൂടെടുക്കും പോലെ ഉണ്ടാവും, ഒരു സമാധാനമില്ലാത്ത പോലെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ചില വീടുകളിൽ കാണുന്ന ചില വസ്തുക്കളും അതേപോലെ തന്നെയായിരിക്കും. നമുക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലുമാണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ഥിരമായി താമസിക്കുന്ന ഒരു വീടാണെന്നിരിക്കട്ടെ, ആ വീട്ടിൽ ഇത്തരത്തിൽ വസ്തുക്കളുണ്ടെന്നിരിക്കട്ടെ, കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ചെണ്ണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ സാധനം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറ്റണം. കാരണം ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ളൊരു വിശ്വാസമാണ്. അത് നമുക്ക് നേരെ നെഗറ്റീവായ കാര്യമാണ് ചെയ്തു തരിക. നെഗറ്റീവായ കാര്യങ്ങളെന്ന് മാത്രമല്ല, അത് നമ്മൾക്ക് പിന്നീട് മാനസികമായിട്ട് പോലും നമ്മളെ അത് സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ, നമ്മുടെ ഉയർച്ചയെ അത് തടയും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ബഹിഷ്കരിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ളൊരു വിശ്വാസമായതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ഇത് വെക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വെച്ചോട്ടെ, അത് വിഷയമൊന്നുമില്ല കേട്ടോ. വെച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ വെച്ചാൽ എന്താ സംഭവിക്കുക, അതൊന്നുമില്ല. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് അത്തരം കാര്യങ്ങൾ നമ്മൾ വെക്കാതിരിക്കുന്നതാണ് ഉചിതം. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതറിയോ, ഒന്ന് യുദ്ധസന്നദ്ധമായിട്ടുള്ള ഫോട്ടോസ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഫോട്ടോ. അത് മഹാഭാരത യുദ്ധത്തിൻ്റെതാവാം, രാമായണ യുദ്ധത്തിൻ്റെതാവാം. യുദ്ധഭൂമിയിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ഉപദേശം, ഗീതാ സന്ദേശം കൊടുക്കുന്നതല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ, കൊല്ലുന്നത്, വാളെടുത്ത് വെട്ടുന്നത്, അങ്ങനെ ആയിട്ടുള്ള വെട്ടും കൊലയും ഒക്കെ നടക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, അല്ലെങ്കിൽ വെടിവെപ്പുള്ളത്, തോക്ക് വെടിയേറ്റിട്ട് ഒരാൾ മരിക്കുന്ന ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ചില ആൾക്കാർ വലിയ ഒരു ഹീറോ എന്ന രീതിയിൽ ചിലപ്പം ഭിത്തികളൊക്കെ വെക്കാറുണ്ട്. പക്ഷേ അത് അവിടെയുള്ള ആൾക്കാരെ മാനസികമായിട്ടത് സംഘർഷം ഉണ്ടാക്കാനാണ് ഇത്. കാരണം ഇത് വെക്കാൻ താല്പര്യമുള്ള ആൾക്കാരെന്തായിരിക്കും, അവർക്ക് ഇതിനോട് താല്പര്യമുള്ള ആളായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സിൽ പോലും ആ ഒരു ചിന്തയായിരിക്കും കൂടുതൽ സമയം ഉണ്ടാവുക. എന്നാൽ അവിടെ വളരെ ഈശ്വരീയമായതോ അല്ലെങ്കിൽ കുളിർമയുള്ളതുമായ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സും തണുക്കും, അവർക്ക് മനസ്സ് സംഘർഷമില്ലാത്ത ശാന്തമായ മനസ്സായി തീരും എന്നുള്ളതാണ് സൈക്കോളജി. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് താജ്മഹൽ എന്ന് പറയുന്ന ലോകാത്ഭുതങ്ങളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. താജ്മഹൽ കേട്ടോ, ഞാൻ കണ്ടതാണ്, ഞാൻ നേരിട്ട് പോയിട്ടവിടെ കണ്ടതാണ്. ഒരു ലോകമഹാത്ഭുതവും അല്ലാതെ അതിൻ്റെയൊക്കെ 10 അല്ല 100 ഇരട്ടി അത്ഭുതമാണ് ആഗ്രയ്ക്ക് നിന്ന് കുറച്ചും കൂടി മാറിയിട്ട് വൃന്ദാവനം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള പ്രേം മന്ദിർ എന്ന് പറയുന്ന സ്ഥലം കാണേണ്ടതാണ്. ഒരു 10 അല്ല ഒരു 100 ഈ താജ്മഹൽ വെച്ചാൽ പോലും അതിനത്ര ആകില്ല. പക്ഷെ എന്താണെന്നറിയില്ല, അത് പൈതൃക പട്ടികയിലേക്ക് വന്നിട്ട് അത് സമീപകാലത്ത് എടുത്തത് കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും അതിനുള്ളിലേക്ക് കടക്കാൻ പോലും നമുക്ക് പൈസ വേണ്ട. താജ്മഹലിൽ കടക്കണമെന്നുണ്ടെങ്കിൽ പൈസയാണ്. എന്തുകൊണ്ടാണ് താജ്മഹലിൻ്റെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടില്ലെന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അതൊരു ശവകുടീരമാണ്. അത് ശവകുടീരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചിന്തകൾ പോലും ഒരു നെഗറ്റീവാണത്. എൻ്റെ കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാവും. അതുകൊണ്ട് തർക്കിക്കാനല്ല ഞാൻ പറയുന്നത്. ശവകുടീരം മാത്രമല്ല, നമ്മൾ ശവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ വീടുകളിൽ വെക്കാറില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാടിനെ അടിമകളാക്കി വെച്ചിട്ട് ഹിന്ദുക്കളെ ക്രൂരമായി മാനസികമായി പീഡിപ്പിച്ച ഒരു രാജാവിൻ്റെ ഭാര്യ എന്ന് പറയാൻ പറ്റും കേട്ടോ. ശരിക്കും ചരിത്രത്തിൽ ഭാര്യ എന്നൊന്നും പറയാൻ പറ്റില്ല. അയാൾക്ക് നിരവധി ഭാര്യമാരുണ്ട്. അപ്പോൾ ഒരു ഭാര്യ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി പണിതിട്ടുള്ള ഒരു കുടീരം. അപ്പോൾ അതിലെന്താ ഉണ്ടാവേണ്ടത്? നമ്മൾ അപമാനഭാരം, നമ്മൾ ഒരു അടിമയെ പോലെ ഒരു കാലത്ത് കഴിഞ്ഞു എന്നുള്ള ഓർമ്മയാണോ നമുക്ക് വേണ്ടത്?
അപ്പോൾ അതിൻ്റെ ഫോട്ടോ നമ്മൾ ഒരു കാരണവശാലും വെക്കരുത്. അത് ശവകുടീരമാണ്. അത് നമ്മൾ അടിമകളാക്കി വെച്ചതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. അത് നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കേണ്ടതല്ല. നമ്മൾക്ക് ആത്മാഭിമാനം ഉണർത്തുന്ന, ഭക്തിയുണ്ടാക്കുന്ന, ശ്രേഷ്ഠമായ തലത്തിലേക്ക് ചിന്തിക്കാവുന്ന ഫോട്ടോസാണ് നമ്മുടെ വീടുകളിൽ വെക്കേണ്ടത് എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊന്നാണ് മുങ്ങുന്ന കപ്പലിൻ്റെ ചിത്രം. ടൈറ്റാനിക്കിൻ്റെയൊക്കെ ചിത്രം വെക്കുന്ന കണ്ടിട്ടുണ്ട്. പകുതി ഭാഗം മുങ്ങിയിട്ടുള്ളത്, വെള്ളം കയറിയിട്ടുള്ളത്, അത് തോണിയായാൽ പോലും. കാരണം എന്താ? നമ്മുടെ അവസ്ഥയും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതവും മുങ്ങുന്ന കപ്പൽ പോലെ ആവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ബിസിനസ്, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലികൾ, നമ്മുടെ ജീവിതം തന്നെ മുങ്ങുന്ന കപ്പൽ പോലെ ആകാതിരിക്കാൻ ആ ഒരു ഫോട്ടോ നമ്മൾ അവിടെ വെക്കാതിരിക്കുന്നത് നല്ലത്. അതുണ്ടെങ്കിൽ എടുത്ത് കണ്ട് കളഞ്ഞേക്കണം. അത് വെക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. പിന്നെയോ ചെറിയ കുട്ടി കരയുന്ന ഒരു ചിത്രം. കരയുന്ന കുട്ടികൾ അല്ല നമുക്കുണ്ട്. ചിരിക്കുന്ന, പുഞ്ചിരിക്കുന്ന, നിഷ്കളങ്കമായ മുഖത്തോടു കൂടിയ ഈശ്വരതുല്യമായ മുഖമാണ് നമ്മുടെ കുട്ടികൾക്ക്. സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ദേവൻ്റെ പ്രതിബിംബ. ദേവന്മാർ കരയില്ല, അവർ ചിരിക്കണം. നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടത്. കുട്ടികൾ കരയല്ല വേണ്ടത്, നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടത്. അപ്പോൾ കരയുന്ന കുട്ടിയുടെ ചിത്രം വെക്കുന്നതിന് പകരം ചിരിക്കുന്ന കുട്ടികളുടെ ചിത്രമാണ് നമ്മൾ അവിടെ വെക്കേണ്ടത് എന്നർത്ഥം. ഒരു കാര്യം എന്നല്ല, നിരവധി ഉണ്ട്. പറഞ്ഞാലും തീരത്തെത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു പക്ഷി, ഒറ്റയ്ക്ക് നിൽക്കുന്ന പക്ഷി. ശരിക്കും പക്ഷികളെ ഫോട്ടോ വെക്കുമ്പോൾ ഇണക്കുരുവികളത്, ഇണപ്പക്ഷികൾ രണ്ടെണ്ണം ചേർന്ന് നിൽക്കുന്നത്, അതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ഇത്. രണ്ട് പക്ഷികൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ രണ്ട് ഭാര്യയും ഭർത്താവും രണ്ടാ, അത് ചേർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അതിലൂടെ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോസ്, ഒറ്റയ്ക്കുള്ള പക്ഷികൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കരയുന്ന കുട്ടി, മുങ്ങുന്ന കപ്പൽ, താജ്മഹൽ, യുദ്ധം, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ, ക്രൂരതയുള്ള എല്ലാം നമ്മളെടുത്ത് മാറ്റി വെക്കണം. നമ്മുടെ വീട്ടിൽ വെക്കരുത്. നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാവാൻ, കുടുംബത്തിൽ ശാന്തി ഉണ്ടാവാൻ, സമാധാനം ഉണ്ടാവാൻ ശ്രേഷ്ഠമായിട്ടുള്ള നല്ല സന്ദേശങ്ങൾ തരുന്ന ചിത്രങ്ങളാണ് വെക്കേണ്ടത്. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.